ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ നമുക്കിന്നൊരു ചാള വറുത്തതുണ്ടാക്കിയാലോ? ചാള, മത്തി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലകൾക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വരാറുണ്ട്. ചിലപ്പോഴെന്നല്ല, വ്യത്യാസങ്ങളൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും പല രീതിയിലായിരിക്കും ഓരോരുത്തരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കി ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സർ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം, ചെറുതല്ല, ഒരു അരഞ്ച് വലുപ്പത്തിലൊക്കെ വരും, അതൊന്ന് മുറിച്ച് ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് എത്ര ഉള്ളി എടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരോരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് എത്രത്തോളം മീനുണ്ടോ അതിനനുസരിച്ച് മസാല വേണമല്ലോ. അതിനും പിന്നെ മസാലത്തിൽ കൂടി നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു മസാലയും ഈ ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ കറികൾ ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മത്തി വറുക്കാനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ മത്തിക്കുട്ടന്മാരിലേക്ക് നമ്മൾ ആ മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചു. അതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വറുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ആ മസാല എല്ലാം അതിലൊന്ന് പിടിച്ചിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ വറുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാകുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പരമാവധി വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആ എണ്ണ എല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മത്തി അഥവാ ചാള എല്ലാത്തിനെയും കൂടെ പിറക്കി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് പിറക്കി വെച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിൽ കുറച്ച് മസാല ഇതുപോലെ ബാലൻസ് വരുമല്ലോ, അതെല്ലാം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഇത് ആദ്യം ഒന്ന് പിറക്കി വെച്ചതിന് ശേഷം, അപ്പോൾ ഈ പിറക്കി വെക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ കൈയും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വിറക്കി വെച്ച് കൊടുത്ത് ആ മസാല എല്ലാം അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് വീണ്ടും ഒന്ന് മുരിച്ചെടുക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കരിഞ്ഞു പോയിന്ന്. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഉള്ളി, ഇഞ്ചി, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഒരു മസാല ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞതാണ്, അല്ലാണ്ട് കരിഞ്ഞു പോയതല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാളയോ മത്തിയോ ഒക്കെ കിട്ടുന്ന സമയത്ത്, ചാള തന്നെ ആവണമെന്നില്ല കേട്ടോ, ഏത് മീനായാലും ഈ ഒരു മസാലയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.